ഇറ്റ്സ് എ വെരി കംഫർട്ടിങ് ഡിസേർട്ട്. ലൈക്ക് നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. ആൻഡ് ദ ബ്രെഡ്. ഹലോ ചെങ്ങായിമാരെ, ഇന്ന് നമുക്കൊരു ഈസി പുഡിംഗ് ആയാലോ. ആഹാരം ഇത്ര ഹൈപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ വരും. ഇതിന് നമുക്ക് ഗ്യാസൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇടാത്തൊരു പുഡിങ്. പക്ഷേങ്കിലാണെങ്കിൽ ഒരു പുഡിങ്ങിൻ്റെ എല്ലാ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണിത്. ഏകദേശം ഒരു തേങ്ങേൻ്റെ പാലുണ്ടിത്. അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഹണി ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ അത് ചേർത്താൽ ഈ ടേസ്റ്റിന് ഈ കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷുഗറാണ് ചേർത്തത്. അത് ആവശ്യമനുസരിച്ച് ഷുഗർ ചേർക്കാം. എന്നിട്ട് ഈ ബ്രെഡ്, വീറ്റ് ബ്രെഡ് ആയാലും നല്ലത്. ബ്രെഡ് എന്ത് ചെയ്യുക, ഈ മിൽക്കിലേക്ക് രണ്ട് സൈഡും നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഡിപ്പ് ചെയ്താലേ ആ സോഫ്റ്റ് ആവുള്ളൂ ആ ബ്രെഡ്. നല്ല പഴുത്ത നല്ല ജ്യൂസി ആയിട്ടുള്ള മാങ്ങ തന്നെ വേണേ, എന്നാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ മാംഗോ ബദാമി എടുത്തിന്. മാംഗോ ബദാമിക്കാന്ന് പിന്നെ ഒടുക്കത്തെ ടേസ്റ്റാണ്. ഏകദേശം ഒരു 2-3 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയറായിട്ട് ഈ മാംഗോ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നാട്ടിൽ മാംഗോ സീസണെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ മാങ്ങ മുറിച്ച് തിന്നുന്നത് നമുക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു വെറൈറ്റി ആയില്ലേ. അപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള സിമ്പിളായിട്ട് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, ഒരു പുഡിങ് ആവുകയും ചെയ്യും. സാധാരണ പുഡിങ്ങിൽ നമ്മൾ ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീമെല്ലാം നല്ലോണം ആഡ് ചെയ്യല്ലേ. പൊതുവേ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല ക്രീം. നമുക്ക് ക്രീം യൂസ് ചെയ്യാതെ ഇതിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് ആ കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം വരുമ്പോൾ മാംഗോയോട് യോജിച്ചത് വരുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഒരു ക്രീമിൻ്റെയും ആവശ്യമില്ല ഈ ഒരു പുഡിങ്ങിന്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി വീണ്ടും മാംഗോൻ്റെ ഒരു ലെയറും കൂടി ഇടാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ വാൾനട്ടെല്ലാം ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലത്. ഏത് നട്ട്സാണ് ഉള്ളത്, നമുക്കിഷ്ടമുള്ള നട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ ബദാമാണ് ഇട്ടിട്ടുള്ളത്. ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിടാം. നമുക്കത് കാരമലൈസ് ഒന്നും ചെയ്യണ്ട, കാരണം നമ്മളൊരു ഹെൽത്തി ഫോമാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം. പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ഇടാം, വാൾനട്ട് ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു 30-40 മിനിറ്റ് വെച്ചാൽ, 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതായിട്ട് സെറ്റായി വരും. ഇതിങ്ങനെ നമ്മൾ എടുക്കുമ്പോഴേ എല്ലാ ലെയറും കൂടി എടുക്കണം. ആൻഡ് ഐ ഹാവ് എ സ്പെഷ്യൽ ക്വാളിറ്റി ദാറ്റ് അമ്മയ്ക്കൊന്നും ഇത്രയും ഒന്നിച്ച് വായിലേക്ക് ഇടാൻ പറ്റത്തില്ല. ഐ ഹാവ് എ ബിഗ് മൗത്ത്, ലൈക്ക് ഐ കൻ ജസ്റ്റ് ട്രൈ. I think it's amazing.